ഇങ്ങനൊരു സ്ഥലത്ത് ആരെങ്കിലും ബിസിനസ് ചെയ്യുവോ? ഇല്ല. ഒരുപാട് വ്യവസായങ്ങളും പണക്കാരായ കുടുംബങ്ങളും അവരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു പലായനം തന്നെയായിരുന്നു അത്. ഇത് ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശരിക്കും തകർത്തുകളഞ്ഞു. ഈ അവസ്ഥയില് നമ്മൾ ആരെയാണ് ആശ്രയിക്കുക? പോലീസിനെ, അല്ലേ? പക്ഷേ അക്കാലത്ത് കേട്ട ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയോ? ജനങ്ങളെ രക്ഷിക്കേണ്ട പോലീസ് പോലും നിസ്സഹായരായിരുന്നു എന്നത്. കാരണം പല കുറ്റവാളികൾക്കും വലിയ രാഷ്ട്രീയ സംരക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നിയമം വെറുമൊരു നോക്കുകുത്തിയായി മാറി. ഓക്കെ, അപ്പം നിയമം തകർന്നാൽ പിന്നെന്ത് സംഭവിക്കും? സമൂഹം പലതായിട്ട് വിഭജിക്കാൻ തുടങ്ങും. ബീഹാറിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ, അതിലും ഭീകരമായൊരു സത്യമാണ്: ജാതിയുടെ പേരിൽ നടന്ന അതിക്രൂരമായ സംഘർഷങ്ങൾ. ഈ പേരുകളൊന്ന് ശ്രദ്ധിക്കൂ: ലക്ഷ്മൺപൂർ ബാധേ, ശങ്കർ ബിഗഹ. ഇതൊന്നും വെറും സ്ഥലപ്പേരുകളല്ല. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ചില അധ്യായങ്ങൾ എഴുതി ചേർത്ത, ജാതിയുടെ പേരിൽ വലിയ കൂട്ടക്കൊലകൾ നടന്ന സ്ഥലങ്ങളാണിവയ. ഈ കാണുന്ന നമ്പറുകൾ നോക്കൂ. ഇവ വെറും അക്കങ്ങളല്ല, ഓരോന്നും ഓരോ മനുഷ്യജീവനുകളാണ്. ലക്ഷ്മൺപൂർ ബാധയിൽ 58 ദളിതരാണ് കൊല്ലപ്പെട്ടത്. അതിന് പ്രതികാരമെന്നോണം 2 വർഷം കഴിഞ്ഞ് ശങ്കർ ബിഗഹയിൽ 23 ഉയർന്ന ജാതിക്കാരും കൊല്ലപ്പെട്ടു. അപ്പോ ഇതൊരു വിഭാഗം മറ്റൊന്നിനെ ആക്രമിക്കുന്ന സംഭവം മാത്രമല്ല, സമൂഹം മൊത്തത്തിൽ പരസ്പരം വെട്ടിച്ചാവുന്ന ഒരു ഭീകരാവസ്ഥയുടെ നേർചിത്രമായിരുന്നു അത്. ഇത്രയൊക്കെ ഭീകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഭരണകൂടം എന്തു ചെയ്യുകയായിരുന്നു? അവിടെയാണ് ഏറ്റവും വലിയ വിമർശനം വന്നത്. സർക്കാർ വെറും കാഴ്ചക്കാരായി നിന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. കുറ്റവാളികളെ പിടികൂടാനോ നാട്ടിൽ സമാധാനം കൊണ്ടുവരാനോ കാര്യമായി ഒന്നും ചെയ്തില്ലെന്ന്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം: അഴിമതി. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയും സാധാരണക്കാരന്റെ ജീവിതത്തെയും ഒരുപോലെ കാർന്നു തിന്നാൻ ഒരു വലിയ അഴിമതിയുടെ കഥയാണ് ഇനി പറയാനുള്ളത്. ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ: 900 കോടി രൂപ. അതും എന്തിനാണെന്നറിയാമോ? കാലിത്തീറ്റ വാങ്ങാൻ. തമാശയല്ല. ഇല്ലാത്ത പശുക്കൾക്കും കാലികൾക്കും തീറ്റ വാങ്ങിയെന്ന് പറഞ്ഞ് വ്യാജ ബില്ലുകളുണ്ടാക്കി ഖജനാവിൽ നിന്ന്, അതായത് ജനങ്ങളുടെ പണം തട്ടിയെടുത്ത കാലിത്തീറ്റ കുംഭകോണം എന്നറിയപ്പെട്ട വലിയൊരു തട്ടിപ്പിന്റെ കണക്കാണിത്. അപ്പോ ഇത്രയും പണം പോയാൽ അതിന്റെ ഒരു പ്രത്യാഘാതമുണ്ടാകുമല്ലോ. അത് വളരെ വലുതായിരുന്നു. റോഡ്, കറണ്ട്, വെള്ളം, ഇങ്ങനെ നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പോലും അപ്രത്യക്ഷമായി. അതോടെ സംസ്ഥാനത്തിന്റെ വികസനം മൊത്തത്തിൽ നിശ്ചലമായി. പുതിയ ഇൻഡസ്ട്രികളോ കമ്പനികളോ ആരും അങ്ങോട്ട് വന്നില്ല. അങ്ങനെ നിയമവും സമാധാനവും എല്ലാം